ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 11 മുതൽ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു നേർസഞ്ചാരത്തിലാകുകയാണ്. ജൂൺ 1 വരെ മിഥുനം രാശിയിൽ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ഗുരു മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലായിരിക്കും. മാർച്ച് 11 മുതൽ വേഴഗ്രഹം മിഥുനം രാശിയിൽ വക്രഗതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാകുന്നു. ജൂൺ 1 വരെ ആ ഗുരു മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിലായിരിക്കും. ഗുരു എന്ന് പറയുമ്പം തന്നെ ധനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ഗ്രഹമാണ്. സന്താനം വിഷയങ്ങളുടെ ഗ്രഹമാണ്. അതുപോലെ ഉയർന്ന ചിന്തയുടെയും സത്പ്രവർത്തനങ്ങളുടെയും ഗ്രഹമാണ്. ഈശ്വര കടാക്ഷങ്ങളുടെ ഗ്രഹമാണ്. ഗുരുത്വത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അത്തരത്തിലുള്ള ഒരു ഗുരു ഗ്രഹമാണ്. സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവാണ് മാർച്ച് 11 മുതൽ ഈ മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നത്. ഇപ്പം ഗുരു മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്കുണ്ടായ തടസ്സങ്ങൾ, സംശയങ്ങൾ, മെല്ലപ്പോക്ക്, ഇവയ്ക്കൊക്കെ സഡനായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമുക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും, സംശയങ്ങൾ മാറിക്കിട്ടും, കാര്യങ്ങളെല്ലാം വേഗത്തിലാകുന്ന ഒരവസ്ഥ ഈ ഗുരുവിൻ്റെ മിഥുനം രാശിയിലെ നേർസഞ്ചാരം കൊണ്ട് ഉണ്ടാകും. അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു അവരുടെ ജാതകത്തിൽ ഏത് ഭാവാധിപതിയാണ്, അതുപോലെ മിഥുനം രാശി അവരുടെ ഏത് ഭാവരാശിയാണ്. അപ്പോൾ അത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗുണഫലത്തിലും വ്യത്യാസ അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു വക്രസ്ഥിതി മാറി മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഗുരു അവരുടെ ഈ മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനു കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ധനുക്കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് ജന്മലഗ്ന രാശാധിപനാണ്. അതുപോലെ തന്നെ സുഖസ്ഥാനാധിപനുമാണ്, 4-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 1ഉം 4ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 7-ാം ഭാവരാശിയായ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ 5 മുതൽ. മാർച്ച് 11 7-ാം ഭാവരാശി നിൽക്കുന്ന ഗുരു, വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു നേർസഞ്ചാരത്തിലാവുന്നു. ഇപ്പം ജന്മരാശാധിപനായിട്ടുള്ള ഗുരു 7-ൽ നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ കൂറുകാർക്ക് കണ്ടകശനി സമയമാണ്, 4-ൽ ശനിയുണ്ട്. അപ്പോൾ ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7-ൽ വക്രസ്ഥിതിയിൽ നിൽക്കുകയാണ്. 11 മുതൽ വക്രസ്ഥിതി മാറുകയാണെന്ന് പറയുമ്പോൾ ആ കണ്ടകശനി കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത് ഗുണം ചെയ്യും. പ്രൊഫഷണൽ തലത്തിലും ബിസിനസ് തലത്തിലും പുരോഗതി ദൃശ്യമാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ആലോചനയിൽ വന്ന തടസ്സമോ മെല്ലപ്പോക്കോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ അവയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ഒരു ലോക പരിജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും. അല്പം നമുക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുന്ന, ലോക പരിജ്ഞാനമുള്ള, ദയാലുവായ ഒരു ജീവിത പങ്കാളിയത്തെ കണ്ടെത്താനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് 7-ലെ ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും എന്ന് പറയാം, വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ
മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ പ്രയാസങ്ങളോ ഒക്കെ നിലവിലുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും ആ 7-ലെ ഗുരു വക്രസ്ഥിതി മാറുന്നത് പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ, അവരുടെയൊക്കെ ഉപദേശം ഒക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും. അതുപോലെ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിൽ വന്ന തർക്കങ്ങളൊക്കെ മാറിക്കിട്ടും, എല്ലാ പോക്കൊക്കെ മാറിക്കിട്ടും. ബിസിനസ് എക്സ്പാൻഷൻ അനുകൂല സമയമായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ആ 7-ലെ ഗുരുവിൻ്റെ നേർസഞ്ചാരത്തെ കാണാം. അതുപോലെ തന്നെ കരാറ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ തന്നെ കരാറ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അപേക്ഷ കൊടുത്തിട്ടും നമുക്ക് അതിലൊരു തീർപ്പ് വന്നില്ല എങ്കിൽ അതിനനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ വരും. വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഗുരു 4-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 4-ലെ ശനി നിൽക്കുന്ന സമയമാണ്, കണ്ടക ശനി സമയമാണെങ്കിലും ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ, അതും 7-ലാണ് നേർസഞ്ചാരത്തിൽ വരുന്നത്. നമ്മുടെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെപ്പറ്റിയുള്ള അത് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും, അതിനുള്ള മെല്ലപ്പോക്കൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ യാത്രകൾക്ക്, പാർട്ടികൾക്കൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നല്ല ചിന്തകളും ശുഭകാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറയും. കുടുംബ അന്തരീക്ഷമൊക്കെ കുറച്ച് സന്തോഷകരമാക്കുന്നതിനൊക്കെ നമുക്ക് അനുകൂല സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് ഇപ്പോൾ തൊഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മാർച്ച് 11 മാറുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 7 നിൽക്കുന്ന ഗുരു അത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുകയും 11-ലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുകയാണ്. നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഗുരു ദൃഷ്ടി ചെയ്യുന്നത്. അത് ജന്മലഗ്ന രാശാധിപൻ 7-ൽ നിന്ന് 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ധനാഗമം കൂടുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. ധനാഗമം കൂടും. തൊഴിൽ, ബിസിനസ്, വിദേശബന്ധം വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇച്ഛാപൂർത്തി സ്ഥാനത്തൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും നിവർത്തിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. ജ്യേഷ്ഠ സഹോദരങ്ങളുള്ളവർക്ക് അവരെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും, അവർക്കും ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അങ്ങനെ ആ സോഷ്യൽ സർക്കിള് അതുവഴിയൊക്കെ നമുക്ക് ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും. ഉന്നത വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നതിനും ആ ഉപദേശം കൊണ്ട് ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പൊതുവെ ദീർഘകാല ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അവ യാഥാർത്ഥ്യമാക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾ ഈ ഗുരുവിൻ്റെ 11-ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. പ്രവർത്തന മേഖലയിലൊക്കെ നമുക്ക് അംഗീകാരത്തിനും അപ്രസിയേഷൻ ഉണ്ടാകുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 7 നിൽക്കുന്ന ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. ജന്മലഗ്ന രാശ്യാധിപനാണ് ഗുരു. ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ അത് ഈ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊടുന്നനെ മാറും. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ 11-ഓടുകൂടി ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. ഏത് കാര്യത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. പൊതുവെ ആകർഷകമായ ഒരു വ്യക്തിത്വമായിരിക്കും. സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആത്മജ്ഞാനമൊക്കെ കൂടും. ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതിനുള്ള കാര്യപ്രാപ്തി ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും. വിവേകബുദ്ധി കൂടുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാലും ആ വീഴ്ച കറക്റ്റ് ചെയ്യുന്നതിനുള്ള കഴിവ്, ശരി തെറ്റ് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ടാകും. സത്ചിന്തകൾ, സത്പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശാരീരികവും മാനസികവുമായിട്ട് ഒരു ഊർജം, ഉന്മേഷമൊക്കെ ആ ഗുരുവിൻ്റെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും. ഉപാസനാദി കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ സ്വാധീനമൊക്കെ ഈ കൂറുകാർക്ക് കൂടാവുന്ന സമയമാണ്. 7 നീക്കുന്ന ഗുരു അതിൻ്റെ 9-ാം ഭാവമായ ഈ കൂറുകാരുടെ 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
മൂന്നിൽ രാഹു ഇപ്പോൾ ഉള്ള സമയമാണ്. അവിടെ രാഹു നിൽക്കുന്നു. അവിടെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി, പോസിറ്റീവായിട്ടുള്ളൊരു ദൃഷ്ടി വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. എഴുത്തിൽ, പ്രസിദ്ധീകരണത്തിൽ, പ്രഭാഷണത്തിൽ ഒക്കെ തന്നെ തിളങ്ങാവുന്ന സമയമാണ്. ഇപ്പോൾ ടീച്ചിങ് മേഖലയിലൊക്കെ ആയാലും അധ്യാപകർക്കൊക്കെ ആയാലും അവരുടെ ആ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. മനസ്സിലൊക്കെ പുത്തൻ ആശയങ്ങൾ വരുന്ന സമയമെന്ന് പറയാം. പൊതുവെ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കൂടുന്ന സമയമാണ്. ഉപജയസ്ഥാനത്തൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് ബന്ധപ്പാടിലും എന്ത് ബുദ്ധിമുട്ടുകളിലും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു അനുകൂലമായിട്ടുള്ളൊരു ഒരു സ്ഥിതിയായിരിക്കും ആ മൂന്നിലെ ഗുരുദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത്. പൊതുവെ മൂന്നിലെ രാഹു ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങാനുള്ള ഒരു കഴിവ് രാഹു തരും. ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മാർഗങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ളൊരു കഴിവ് കോമ്പറ്റിറ്റീവ് തലത്തിൽ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ഒരു ഗുണഫലം കിട്ടും എന്ന് തന്നെ പറയാം. സഹോദരങ്ങളാൽ ഗുണാനുഭവം ഉണ്ടാകും. അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. പ്രവർത്തന മേഖലയിൽ നേതൃതലത്തിലേക്ക് ഉയരുന്നതിനും സാധ്യതയുണ്ട്. നിയമം, തത്വശാസ്ത്രം, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ വിദേശത്ത് പഠനം, ഇവയ്ക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഈ ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അതിൽ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അവരുടെ 3-ാം ഭാവാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. ആ 3ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുകയാണ് വക്രത്തിൽ. മാർച്ച് 11 മുതൽ ആ ഗുരു 6-ൽ നേർസഞ്ചാരത്തിൽ ആകുന്നു. ഇപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6-ലേക്ക് വക്രസ്ഥിതി മാറുക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ്. ഇപ്പോൾ 12-ാം ഭാവാധിപൻ 6-ൽ വരുന്നത് വിപരീത രാജയോഗമാണെങ്കിലും കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ആ ഗുരു വക്രത്തിലാണ് സഞ്ചരിച്ചതുകൊണ്ട് ആ വിപരീത രാജയോഗത്തിൻ്റെ ഒരു പൂർണ്ണ ഫലം നമുക്കുണ്ടാകണമെന്നില്ല. മാർച്ച് 11 മുതൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുമ്പോൾ വിപരീത രാജയോഗത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അത് ചില ഏരിയകളിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകും. ദോഷാനുഭവങ്ങൾ കുറയ്ക്കും, സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. അതുപോലെ ഈ കടബാധ്യത ഉള്ളവർക്ക് അത് കുറയ്ക്കാനാകും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ അതിൽ റിക്കവറി കണ്ടെത്താൻ കഴിയും, ആശ്വാസം കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് ചിട്ടയായിട്ടുള്ള വ്യായാമം, 6-ലാണ് ഗുരു നിൽക്കുന്നത്, നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമം, അതുപോലെ ആഹാര നിയന്ത്രണം, ഇവ വഴിയൊക്കെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു ഉണർവുണ്ടാക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. വ്യവഹാരങ്ങളുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി, ഒരു തീർപ്പ് നമുക്ക് നേടാൻ കഴിയും. കഠിനാധ്വാനം, അച്ചടക്കം, അതുപോലെ തന്നെ ക്ഷമ ഒക്കെ നിലനിർത്തി പോകുന്നവർക്ക് തൊഴിലിൽ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടമായിരിക്കും 6-ൽ നിൽക്കുന്ന ആ ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ ആകുക വഴി ഉണ്ടാകുന്നത്. മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് കഴിവ് തെളിയിക്കാനാകും, വിജയം കൈവരിക്കാനാകും. ഗുരു 3-ാം ഭാവാധിപനും കൂടിയാണ് എന്നതിനാൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ കെയർ വേണം. അതുപോലെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, അവരുമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വിവേക ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ആ ക്വാളിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ മെച്ചപ്പെടുത്തുക വഴി അത് പരിഹരിക്കാനൊക്കെ ശ്രമിക്കണം. അതുപോലെ തന്നെ ചിലർക്ക് ഈ 3-ാം ഭാവാധിപൻ 6 നിൽക്കുക എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ENT സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു കെയർ കൊടുക്കണം. അതുപോലെ സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 6 നിൽക്കുന്ന ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് അത് കർമ്മസ്ഥാനത്ത് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് 10. അപ്പോൾ 10 ഗുരുവിൻ്റെ നേർസഞ്ചാരത്തിലുള്ള ദൃഷ്ടി വരുമ്പോൾ പ്രൊഫഷണ തലത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും. തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. തർക്ക പരിഹാരങ്ങളുടെയൊക്കെ ചുമതല ചിലപ്പോൾ ഈ കൂറുകാർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും തൊഴിലിടത്ത് തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കം തീർക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർ കേൾക്കേണ്ടതായിട്ട് വരും. സേവന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യം, നിയമം, സ്പോർട്സ്, അതുപോലെ ഈ മറ്റ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാക്കുന്ന സമയമായിരിക്കും. അത് അവരുടെ തൊഴിൽ മേഖലയിലൊക്കെ തന്നെ ഒരു അംഗീകാരം, ആദരവൊക്കെ കിട്ടുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ വഴിതെളിക്കും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ അവർക്ക് ഈ 6 ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും വിജയം കൈവരിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും. തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. 10 ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും. തൊഴിലിടത്ത് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അനുരഞ്ജന മനോഭാവത്തോടുകൂടി അവ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയും. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമായിരിക്കും. 6 നിൽക്കുന്ന ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് 6ൻ്റെ 7ാം ഭാവമാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നു. 12ാം ഭാവാധിപനാണ് ആ ഗുരു. 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ധനച്ചെലവ് ഉണ്ടാകാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഈ സമയത്ത് വരാം. ദൂരയാത്രകൾ വരാം. ദൂരയാത്രകൾക്ക് വേണ്ടി, വ്യവഹാരങ്ങൾക്ക് വേണ്ടി, ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കടബാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ പണച്ചെലവ് വേണ്ടി വരാം. അപ്പോൾ അതുപോലെ തന്നെ പൊതുവേ നമുക്ക് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ആതുര പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ചിലപ്പോൾ പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടി ചിലപ്പോൾ പണം ചെലവ് വേണ്ടി വരും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ 6 ഗുരു 12ാം ഭാവാധിപനായിട്ട് ദൃഷ്ടി ചെയ്യുന്നത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ വിദേശ വ്യാപാരം വഴിയൊക്കെ ഭാവിയിൽ ഗുണം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പദ്ധതികളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ശ്രദ്ധ കൊടുക്കും. ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കൂടുതലാണ്. അതൊക്കെ കൊടുത്ത് മാനസികമായിട്ട് നമുക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. 6 നിൽക്കുന്ന ഗുരു അതിൻ്റെ ഈ കുറുകാരുടെ 2ാം ഭാവരാശിയിലേക്ക്, അതായത് 6ൻ്റെ 9ാം ഭാവമായ 2ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 2ാം ഭാവാധിപനായിട്ട് ശനി ഇപ്പോൾ 3 നിൽക്കുന്നു. അപ്പോൾ ധനാർജനത്തിനുള്ള ഒരു പരിശ്രമം ഈ സമയത്തുണ്ടാകും. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ധനഭാഗ്യത്തിനുള്ള പദ്ധതികൾ, ധനഭാഗ്യത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ അവയ്ക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വ്യവഹാര വിജയം ഉണ്ടാകും. കേസുകളുള്ളവർക്ക് അതിനനുകൂലമായ സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ ചിലപ്പോൾ ധനാഗമം ഉണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്തൊക്കെ സേവനം, അതുപോലെ വിദേശത്തെ വിപണനം, അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഇവയൊക്കെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ധനാഗമം കൂടുന്നതിന് അനുകൂലമായിട്ടുള്ള സോഴ്സുകളാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് തുറന്ന സമീപനം തെറ്റിദ്ധാരണകൾ മാറുന്നതിനും റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സഹായകമാകും. ചുരുക്കി പറഞ്ഞാൽ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
ധന നേട്ടത്തിനും സാധ്യതയുണ്ട്. അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനും നല്ല കാര്യങ്ങൾക്കുള്ള ചെലവ് കൂടുന്നതിനും ഈ ഗുരു 6 നേർസഞ്ചാരത്തിൽ വരിക വഴി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതിനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറുക വഴി നേർസഞ്ചാരത്തിൽ വരിക വഴി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് 2ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. ആ ഗുരു 5ലാണ് നിൽക്കുന്നത്. 5 വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 11 മുതൽ 5 നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരികയാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ഥാനബലമുള്ള ഒരു ഭാവമാണ്. അപ്പോൾ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 5ലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനമാണെന്ന് പറയാം. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം, നല്ല ചിന്തകൾ ഉണ്ടാകുന്ന സമയം, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്ന സമയം, ഈശ്വരകടാക്ഷം ഉണ്ടാകുന്ന സമയം, പൂർവപുണ്യ സുഹൃതം അനുഭവപ്പെടുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്നതിനും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തമാകുന്നതിനും കുടുംബത്തിൽ സന്തോഷം, സുഖം, സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനും ഈ 5ലെ ഗുരു വഴിതെളിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് 5ലെ ആ ഗുരു. ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. ബുദ്ധിശക്തിയൊക്കെ കൂടും, അപഗ്രഥന ശേഷിയൊക്കെ കൂടും, ഓർമ്മശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ആഗ്രഹിക്കുന്ന സ്കോർ സാധ്യമാകും. ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ മാറിക്കിട്ടും, അത് ഗുണാനുഭവം ഉണ്ടാകും. കലാപ്രവർത്തകർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പൊതുവെ അവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ വന്ന തടസ്സങ്ങൾ ഇതൊക്കെ മാറി ഒരു ആദരവിൻ്റെ അംഗീകാരത്തിൻ്റെയും സമയമെന്ന് പറയാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും, മന്ത്രസിദ്ധി ഉണ്ടാകും, ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം നൽകുന്നതിനുള്ള അവസരങ്ങളുണ്ടാകും. നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ഈ സമയത്ത് ഈ 5ലെ ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഗുണം, സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ ഈ സമയത്തുണ്ടാകും. കമിതാക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഗുരു 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 5ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരനുമായിട്ട് നല്ല ബന്ധം, ജ്യേഷ്ഠ സഹോദരന് നേട്ടങ്ങൾ ഉണ്ടാകും. അതുവഴിയൊക്കെ ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പൊതുവേ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിന് ഉള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും. സൗഹൃദ കൂട്ടായ്മ വഴിയൊക്കെ, സൗഹൃദം വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. 5ൽ ഗുരു നിൽക്കുന്നത് നല്ലതാണ്, സ്ഥാനബലമുണ്ട്. അതോടൊപ്പം ആ ഗുരു അതിൻ്റെ അതായത് ഈ കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ആ 9ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാം. ഭാഗ്യാനുഭവങ്ങളുണ്ടാകാം, പ്രൊഫഷണൽ തലത്തിൽ ഭാഗ്യ നേട്ടങ്ങളുണ്ടാകാം, വിദേശയാത്രകൾ കൊണ്ടുള്ള തടസ്സങ്ങൾ മാറും. അതുപോലെ ഉന്നത പഠനം, തൊഴിൽ, ഇവയൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ ബന്ധം വഴിയൊക്കെ ഉന്നത പഠനം, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന സമയമെന്ന് പറയാം. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം കിട്ടുന്നതിനും അതൊക്കെ നടപ്പിലാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. നിയമം, തത്വശാസ്ത്രം, അതുപോലെ മാനേജ്മെൻറ്റ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആത്മീയ ഗ്രന്ഥങ്ങൾ
വായിച്ച് ആഴത്തിലുള്ള ഒരു അറിവ് സ്വായത്തമാക്കുന്നതിനുമൊക്കെയുള്ള ഒരു ശ്രമം ആ ഗുരുവിൻ്റെ 9 ദൃഷ്ടി കൊണ്ടുണ്ടാകും. വിദ്യാർത്ഥികൾക്കും മതപണ്ഡിതർക്കും പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. 5 നിൽക്കുന്ന ഗുരു 11 ദൃഷ്ടി ചെയ്യുന്നു. ഗുരു 11-ാം ഭാവാധിപനും കൂടിയാണ്. 11-ാം ഭാവാധിപൻ 11 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ആ ഗുരുദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സമയമെന്ന് പറയാം. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാകും. ധനാഗമം കൂടും. തൊഴിൽ, ബിസിനസ്, വിദേശബന്ധം, സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധം, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ അവരും വഴിവായിട്ടുള്ള ബന്ധം, അതൊക്കെ തന്നെ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് ഈ 11 വേഴദൃഷ്ടി സഹായകമാകും. ജ്യേഷ്ഠ സഹോദരന് നേട്ടങ്ങളുണ്ടാകും. അവർ വഴി ഈ കൂറുകാർക്ക് നേട്ടം ഉണ്ടാകും. പൊതുവെ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അംഗീകാരങ്ങൾ, ആദരവ്, ഇവയൊക്കെ തന്നെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാവുന്ന അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുമെന്ന് പറയാം. സമഗ്രമായിട്ടുള്ള ആസൂത്രണം, വിവേകബുദ്ധി, അതുപോലെ നെറ്റ്വർക്കിംഗ്, ക്രിയേറ്റീവ് വർക്ക്, സ്പെക്കുലേഷൻ, ഇവ വഴിയൊക്കെ തന്നെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. 5 നിൽക്കുന്ന ഗുരു അതിൻ്റെ 9-ാം ഭാവം, അതായത് ജന്മരാശിയിലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അതായത് ജന്മരാശിയിൽ രാഹു ഇപ്പോൾ ഉണ്ട്. അല്പം കൺഫ്യൂഷൻ, തർക്ക മനോഭാവങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അവിടെ ആ ഗുരുവിൻ്റെ നേർസഞ്ചാരത്തിലുള്ള ദൃഷ്ടി വരുമ്പോൾ പൊതുവെ നമുക്ക് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഒക്കെ ഒരു ഉടമയാകും. നമുക്ക് അല്പം ആത്മവിശ്വാസം കൂടും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ദിശാബോധം ഉണ്ടാകുന്ന സമയമായിരിക്കും. വിവേകബുദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ശരി തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്ന സമയമാണ്. സത്ചിന്തകൾ, സത്പ്രവർത്തനങ്ങൾ കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജം, ഉന്മേഷമൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. പൊതുവെ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സമയം എന്ന് പറയാം. ഈശ്വര കടാക്ഷം, പൂർവ്വപുണ്യ സുഹൃതം ഒക്കെ തന്നെ അനുഭവത്തിൽ വരുന്ന സമയമായിരിക്കും ആ ഗുരു 5-ാം ഭാവരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നത്. ഇനി മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. അവർക്ക് ഗുരു എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനാണ്. അതുപോലെ തന്നെ 10-ാം ഭാവാധിപനുമാണ് ആ ഗുരു. അപ്പോൾ 1ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 4 മിഥുനം രാശിയിൽ 4-ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ആ ഗുരു 4 വക്രത്തിലാണ്. മാർച്ച് 11 മുതൽ 4 നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ കഴിയും. വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറും. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. കുടുംബത്തിലെ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന ചില അന്തരീക്ഷം, അതിനനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ സമയത്തുണ്ടാകും. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ, മുതൽ മുടക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം ഈ സമയത്തുണ്ടാകും. പൊതുവെ ഒരു തുറന്ന സമീപനം കുടുംബാംഗങ്ങളുമായിട്ടുണ്ടാകും എന്ന് തന്നെ പറയാം. അതൊക്കെ കുടുംബാന്തരീക്ഷം സന്തോഷകരമാക്കും. മാതൃബന്ധുക്കൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഗുരു 10-ാം ഭാവാധിപനും കൂടിയാണ്. 10-ാം ഭാവാധിപൻ 4 നിൽക്കുന്നു, വക്രസ്ഥിതി മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിഷയങ്ങളിലൊക്കെ ആഴത്തിലുള്ളൊരറിവ്, പാണ്ഡിത്യം ഒക്കെ കൂടുന്ന സമയമാണ്. പൊതുവെ അറിവ് കൊണ്ട് ആദരവ് ഉണ്ടാകാവുന്ന സമയം എന്ന് പറയാം. കൃഷിയിലായാലും അതുപോലെ വിളവെടുപ്പിലായാലും ആദായം കൂടുന്ന സമയമായിരിക്കും. ഉന്നത തലങ്ങളിലൊക്കെ സ്വാധീനം ഉണ്ടാകുന്ന സമയമായിരിക്കും.
പൊതുവെ നമുക്ക് നമ്മുടെ ആത്മീയ ചിന്തയൊക്കെ കൂടും. കുടുംബവിശ്വാസം, കുടുംബ മൂല്യങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിന് ഉള്ള ഒരു ശ്രമം ഉണ്ടാകും. പൊതുവെ നമുക്ക് 7.5 ശനിയുടെ സമയമാണ്, ജന്മശനിയാണ്, ജന്മരാശിയിൽ ശനി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ദോഷം പരിഹരിക്കുന്നതിന് ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു 4 വക്രസ്ഥിതി മാറുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന മികവൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. 4 നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുകയും അത് ആ ഗുരു അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ചില അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവ് ഇവൻറ്റ്സ് ഈ കുറുകാർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അത് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ ആ 8 ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാം. അതുപോലെ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ നിരീക്ഷണം, അന്വേഷണം ഇത്യാദി ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ജോയിൻ്റ് സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ഇൻഷുറൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഓഡിറ്റിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ 8 ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ 8 ദൃഷ്ടി സഹായകമാകും. പൊതുവേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപവാദം, അവഹേളനം ഇവയിൽ എന്തെങ്കിലും വീർപ്പ് മുട്ടുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയവും കൂടിയാണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ, കുലീനമല്ലാത്ത പ്രവർത്തനങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടുന്ന സമയവും കൂടിയാണ്. നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് സഡനായിട്ട് ഒരു നേട്ടം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. 4 നിൽക്കുന്ന ഗുരു അവരുടെ 10ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗുരു 10ാം ഭാവാധിപനും കൂടിയാണ് മീനരാശിക്കാർക്ക്. അപ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി 10 നേർസഞ്ചാരത്തിലുള്ള ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അത് തൊഴിൽപരമായിട്ട് വളരെ ഗുണം ചെയ്യും. തൊഴിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. തൊഴിലിലെ അസ്ഥിരത മാറിക്കിട്ടും. തൊഴിലിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത്. അതുപോലെ തന്നെ തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കൺവേയൻസ് ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നതിനൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് സാധ്യത കാണുന്നുണ്ട്. ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാകും. സർക്കാർ തലത്തിൽ ഉപദേശമൊക്കെ നൽകുന്നവർക്ക് പൊതുവെ ആദരവ്, ബഹുമാനം, അംഗീകാരമൊക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ ആത്മീയമായിട്ടും മതവിശ്വാസവുമായിട്ടൊക്കെ ബന്ധം വരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടാൻ സാധ്യതയുള്ള സമയമാണ്. നല്ല ചിന്ത, നല്ല പ്രവർത്തനങ്ങൾ ഈ സമയത്തുണ്ടാകും. അധ്യാപനം, ആത്മീയ ഉപദേശം, ഉപദേഷ്ടാവ് എന്നൊക്കെയുള്ള നിലയിലൊക്കെ ഈ കുറുകാർ തിളങ്ങുന്ന സമയം എന്ന് തന്നെ പറയാം. 4 നിൽക്കുന്ന ഗുരു അതിൻ്റെ 12ലേക്ക്, അതായത് ഈ കുറുകാരുടെ 12ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതായത് 4ൻ്റെ 9ാം ഭാവമാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ധനച്ചെലവ് കൂടും, പക്ഷേ അത് അനാവശ്യ ചിലവായിരിക്കില്ല, നല്ല ചിലവായിരിക്കും. സാമ്പത്തികമായിട്ട് പൊതുവേ ഒരു അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ദൂരയാത്രകൾ, വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കർമ്മഭാവാധിപനായിട്ടുള്ള ആ ബുധൻ, ആ ഗുരു ആ 12 ദൃഷ്ടി ചെയ്യുന്നത് വിദേശത്തെ തൊഴിൽ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ വിദേശ യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ 12 ദൃഷ്ടി വഴിതെളിക്കും.
നമ്മുടെ ജംഗമ വസ്തുക്കൾ, വാഹനം, നമ്മുടെ ആഭരണം, ഇവയെക്കുറിച്ചൊക്കെ ഒരു 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 ഭയം, ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. മെഡിക്കൽ എക്സ്പെൻസൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ, പഠനം, ഇവയൊക്കെ പൊതുവെ ചിലവ് കൂട്ടാവുന്ന സ്ഥിതിയാണ്. പൊതുവെ നല്ല കാര്യങ്ങൾക്കുള്ളൊരു ചിലവ് എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മുടെ ആത്യന്തിക സത്യമൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം ഈ സമയത്ത് കൂടും. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളുണ്ടാകും, ആതുര സേവനം, ഇതിനൊക്കെ നമ്മൾ ചിലപ്പോൾ പണം ചിലവ് ചെയ്യുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾക്കുള്ള ചിലവ്, ഭാവിയിൽ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്ന ചിലവെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഈ ഗുരുവിൻ്റെ 12-ലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.